കുളപ്പുള്ളി സ്വദേശി അനന്തുവിനും അച്ഛൻ മദൻ മോഹനുമാണ് ഇന്ന് രാവിലെ കുളപ്പുള്ളിയിൽ വെച്ച് തന്നെ വൈദ്യുതി കമ്പിയിൽ തട്ടി അപകടം പറ്റിയത്. ഇവർ ബൈക്കിൽ വരികയായിരുന്നു. അതിനിടയിൽ വൈദ്യുതി കമ്പിയുടെ സ്റ്റേ വയർ തട്ടുകയും ഇരുവരും ബൈക്കിൽ നിന്ന് വീഴുകയുമായിരുന്നു. എങ്ങനെയാണ് ഇത് ഉണ്ടായത്? രാവിലെ ഒരു 5 കാലമായിട്ടുണ്ടാവും. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരിച്ചു വരുന്ന സമയത്ത് റോഡിനോട് ക്രോസായിട്ട് ഈ KCBയുടെ ഈ ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല. ഇത് നേരെ അച്ഛയുടെ കഴുത്തിൽ തട്ടിയിട്ട് ഞങ്ങൾ ഫ്ലിപ്പ് ചെയ്ത് മറിഞ്ഞു വീണു. എങ്ങനെയുണ്ട് പരിക്ക്? എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കാല് ഒടിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അച്ഛന് വാരിയലിൽ പൊട്ടുണ്ട്. എങ്ങനെയാണ് ഈ KCBയുടെ വയർ ഇങ്ങനെ താഴേക്ക് വന്നത്? അതറിയാൻ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനു മുന്നേ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഇങ്ങനെ ക്രോസായിട്ട് താഴ്ന്ന കിടത്തുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ പോരാത് ആ 5 ഇരുട്ടുമാണ്, നമുക്ക് കാണുന്നുമില്ല. സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല അവിടെ നിന്നായിരുന്നു. കഴുത്തിനാണ് കഴുത്തിന് വാരിയലിന് പൊട്ടല സംഭവിച്ച് മറിഞ്ഞ് ഫ്ലിപ്പ് ചെയ്തിട്ട് നേരെ മതിലിൽ വന്ന് ഇടിച്ചായിരുന്നു. അറിയിച്ചിരുന്നോ KCB വയർ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത്? അതറിയാൻ പാടില്ല. രാവിലെ ഞാൻ ഇതിന് ശേഷം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ എനിക്ക് അറിയാൻ പാടില്ല. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു, എന്താണ് ഇതെന്ന് ചോദിച്ചിട്ട് വിളിച്ചായിരുന്നു. വേറെ ആരും പരാതി കൊടുക്കണം. കാരണം ഇന്നിപ്പോൾ എനിക്ക് പറ്റും, നാളെ വേറെ ആർക്കെങ്കിലും പറ്റുമല്ലോ ഉറപ്പായിട്ടും. എനിക്ക് തന്നെ പരാതി. കാരണം എന്താ വെച്ചാൽ സ്റ്റേ വയർ അത്രയും താഴെ ഒരു കാരണവശാലും ഉണ്ടാവാറില്ല. കാരണം അവിടുത്തെ ലൈൻ കമ്പി അത്രയും ഉയരത്തിലാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്ന ലൈനാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ആ ലൈൻ അത്രയും താഴെ പോയിട്ട് ആരും ശ്രദ്ധിക്കാണ്ട് ആ വഴി പോയി എന്ന് പറയുമ്പോൾ KCBക്ക് പരാതി. ഇതിൽ KCBക്ക് പരാതി കൊടുക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അത് സ്റ്റേ വയർ എങ്ങനെ താഴെ വന്നു, ഇനി ഈ അപകടം ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി KCBക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അനന്തവും കുടുംബവും. ഹരിയോടൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.